മൺട്രോത്തുരുത്ത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാരുമൊക്കെ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞു. അത് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള. പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ്. അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിൻ്റെ ടൂറിസത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 2 പ്രാവശ്യം മൺട്രോത്തുരുത്തിൽ 2 തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് 2-3 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ്, നട്ടപ്ര വെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല. നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺട്രോത്തുരുത്തിൻ്റെ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുറഞ്ഞു പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിൽ കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തുരുത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ്. അപ്പോൾ ആ സ്ഥലം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ, അത് ഇല്ലാതാവട്ടെ. ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ്, നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ്, അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ.